വയറ് ചാടുമെന്ന് കരുതി കൂടുതൽ ആൾക്കാരും രാത്രിയിൽ ചപ്പാത്തിയാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ചോറ് കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ കാർബ്സ് തന്നെയാണ് 2 ചപ്പാത്തി കഴിച്ചാലും കിട്ടുന്നത്. ചിക്കൻ കഴിക്കാത്തവർക്ക് ഡോക്ടറുടെ ഡിന്നർ റെസിപ്പി നമ്മൾക്ക് ഇങ്ങനെ തയ്യാറാക്കാം, അതും പ്രോട്ടീൻ ഒട്ടും കുറയാതെ തന്നെ. ഞാനിവിടെ ഉണ്ടാക്കുന്നത് 2 പേർക്ക് കഴിക്കാനുള്ള അളവിനാണ്. 1 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് ബീൻസും, 1/2 കപ്പ് സ്വീറ്റ് കോണും, മട്ടറും, 100 ഗ്രാം പനീറുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതൊക്കെ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാടങ്ങ് സ്റ്റീം ചെയ്ത് കുഴച്ചെടുക്കണ്ട, നമ്മൾക്കൊരു 5 മിനിറ്റ് ഒന്ന് കുക്കായി എടുത്താൽ മതി. ഇനി നമ്മൾക്ക് അടച്ച് വെച്ചൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസൊക്കെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടേ ഉള്ളൂ. ഇനി നമ്മൾക്ക് പനീർ ഒന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഞാൻ 1/4 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മെൽട്ടായപ്പോഴത്തേന് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പനീറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് കുക്കാക്കി എടുക്കുക. ഒരുപാട് ഓവർ കുക്ക് ചെയ്യല്, പനീർ റബ്ബറി ആയിട്ട് മാറും. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. പനീർ കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമ്മൾ ഇതേ പാനിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലേ നമ്മളുടെ പനീർ. അതേ പാനിലേക്ക് ഞാൻ ചെറിയൊരു പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. 1 സവോള കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. ഇത് ഒരുപാട് അങ്ങ് ബ്രൗൺ കളറൊന്നും ആകുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 തക്കാളിയാണ് ചേർക്കുന്നത്. അത് കുരുവൊക്കെ മാറ്റി ആ തക്കാളിയുടെ പുറം ഭാഗം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് ഏത് വെജിറ്റബിൾസ് ചേർക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്നതാണ്. എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ക്യാരറ്റും സ്വീറ്റ് കോണും മട്ടറും ബീൻസും ഒക്കെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ആയിട്ട് ചപ്പാത്തിയും പരത്തി കറിയും വെച്ച് ഒക്കെ ബുദ്ധിമുട്ടുന്നതിന് പകരം ഇതുപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ട്രൈ ചെയ്ത് നമ്മൾക്ക് വണ്ണവും വയറും ഒക്കെ കുറയ്ക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് ചേർത്തത് 1/4 സ്പൂൺ പെപ്പർ പൗഡറാണ് കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ പനീർ ഇതിലേക്ക് ചേർത്തിളക്കാം. ഡയറ്റ് ചെയ്യുന്നവർക്കും ഹെൽത്ത് കോൺഷ്യസ് ആയവർക്കൊക്കെ ഒരുപാട് നല്ല സാലഡ് റെസിപ്പീസും സ്മൂത്തികളുമൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനായിട്ട് ഫൈനൽ ടച്ച് കിട്ടാൻ വേണ്ടി ഞാൻ ചേർക്കുന്നത് 1/4 സ്പൂൺ ഒറിഗാനോ ആണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. നിങ്ങൾ ചിക്കൻ കഴിക്കാനാണ് താല്പര്യമെങ്കിൽ ഈ പനീറിന് പകരം ചിക്കൻ ചേർക്കാവുന്നതാണ്. വൈകിട്ട് എന്ത് കഴിക്കണം എന്നാലോചിച്ച് ബുദ്ധിമുട്ടേണ്ട, ചപ്പാത്തി പരത്തണ്ട, കുഴയ്ക്കണ്ട, കറി ഉണ്ടാക്കണ്ട. വളരെ സിമ്പിളായിട്ട് നമ്മളുടെ ഡിന്നർ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹൈ പ്രോട്ടീനാണ്, ഹെൽത്തിയാണ്, ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.